ഹലോ ഹായ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. നമ്മുടെ വീടിൻ്റെ മുകളിലായിട്ട് ഒരു പാറയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആ പാറയിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പാറയെക്കുറിച്ച് പറയാനല്ല വന്നത്. എൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേറൊരു പാറയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതിൻ്റെ അപ്പുറത്ത് കുറച്ചുകൂടി ഒരു വലിയ പാറയുണ്ട്. പക്ഷെ അങ്ങോട്ടത്തേക്ക് നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല. ഇവിടെ കാട്ടുപന്നികളെ ഭയങ്കര ശല്യമായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഷോക്ക് കൊടുത്തിട്ടേക്കുവാണ്. അതുകൊണ്ട് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ നോക്കണമെങ്കിൽ അങ്ങ് താഴെ ഭാഗം ഫുള്ള് കാണാൻ പറ്റും. ജടായു പാറയൊക്കെ അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. മയിലൊക്കെ ഇവിടെ ഇവിടെയൊക്കെ വിളിക്കുന്നുണ്ട്. മയിലും ധാരാളമായിട്ട് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്താണ് ഇളമ്പറക്കോട്ട് വനം. അപ്പോൾ ആ വനത്തിൽ നിന്ന് ഇറങ്ങുന്നതാണ്. കുരങ്ങുകളും വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇതുണ്ട്, ഇതാണ് നാടൻ മെലസ്റ്റോമ. ഇതിവിടെ ധാരാളമായിട്ടുണ്ട്. നമ്മളിവിടെ തന്നെ കലമ്പട്ടി എന്ന് പറയും. അത് വലിയ തൈയായിട്ട് നിൽക്കുവാണ്. അത് അവിടെ ഇതിൻ്റെ ഒരു പൂവുണ്ട്. ഇതിൻ്റെ ചെടികൾ ഇവിടെ ഒരുപാട് നിൽപ്പുണ്ട്. നിറയെ പൂത്തിരിക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. ഈ ചെടി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? നമ്മുടെ ഇവിടെയൊക്കെ ഇതിന് നാറ്റപ്പൂച്ചെടി എന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ കുഞ്ഞിലെ വീണ് കാലൊക്കെ മുറിയുമ്പോഴത്തേക്കും കൈ മുറിയുമ്പോഴത്തേക്കൊക്കെ ഇതിൻ്റെ ഇലകളിങ്ങനെ പിച്ചിയിട്ട് കയ്യിലിട്ട് ഇങ്ങനെ കയക്കിയതിന് ശേഷം ഇതിൻ്റെ നീരിങ്ങനെ എടുത്ത് ആ മുറിവിൽ തേക്കുമായിരുന്നു. അപ്പം മുറിവ് പെട്ടെന്ന് കരിയും. നമ്മൾ കൊച്ചിൽ വീഴുമ്പോഴത്തേക്ക് അങ്ങനെ ഇരുന്ന് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങുകയും ചെയ്യും. പക്ഷെ ഇപ്പോൾ ഇതൊന്നും ആരും ചെയ്യാറില്ല. ഇതിനൊരു പ്രത്യേക സ്മെല്ലാണിത്, ഈ ചെടിയുടെ ഇലയ്ക്ക്. ഇതിവിടെ ഒരുപാട് ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണലുണ്ട്, നല്ല കാറ്റുണ്ട്. ഈ തേക്കിൻ്റെ ഒരു കമ്പ് ഇങ്ങോട്ട് പാറപ്പുറത്തോട്ട് ചാഞ്ഞ് നിൽക്കുകയാണ്. അപ്പം നല്ല തണലും നല്ല തണുപ്പുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. കണ്ടിട്ടുണ്ടോ? ഇതിവിടെ ഇഷ്ടംപോലെ കാണുന്ന ഒന്നാണ്. ഇത് നമ്മുടെ ഇവിടെയൊക്കെ ഇതിന് കോലിഞ്ചി എന്ന് പറയും. കോലിഞ്ചി ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളിവിടെയൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. ഇതിങ്ങനെ ഷാമ്പു ആയിട്ടൊക്കെ ഉപയോഗിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ നീരിങ്ങനെ എടുത്തിട്ട് തലയിലൊക്കെ തേക്കുമെന്ന് കേട്ടിട്ടുണ്ട്. നമ്മളിതൊരു തേച്ച് നോക്കിയിട്ടില്ല. ഇങ്ങനെ വീഡിയോയിലൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോ കണ്ടായിരുന്നു. ഇതിൻ്റെ ഷാമ്പു ആയിട്ടൊക്കെ ഇങ്ങനെ തലയിൽ തേക്കുന്നത്. ഇത് കണ്ട് ഇങ്ങനെ പിഴിയുന്ന സമയത്ത് കണ്ട ജെല്ല് പോലത്തെ ഒരു നീര് വരും ഇതിന്. നല്ല മണമാണ് ഇതിന്. ഇവിടെ ഇത് നിറയെ നിൽപ്പുണ്ട്. അതാ ഇവിടെ തോന്നി നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഈ പാറ കുറച്ചുകൂടെ നിരപ്പായിട്ട് കിടക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഈ മഴയത്ത് വെള്ളമൊക്കെ ഒലിച്ച് വന്നിട്ടാണ് തോന്നുന്നു ഇതിൻ്റെ ആകൃതിയിലൊക്കെ വ്യത്യാസം വന്നു. ഇപ്പോൾ ഒരുപാട് വിള്ളലൊക്കെ ഇതിൽ വീണിരിക്കുന്നുണ്ട്. പണ്ട് ഈ കുഴിയിലാണെങ്കിൽ എപ്പോഴും വെള്ളം കാണുമായിരുന്നു. വെള്ളം ഉണക്കായാലും പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇതിൽ വെള്ളം കാണുന്നില്ല.
ഇപ്പം ഇവിടെ നിറയെ പോച്ചയൊക്കെ പിടിച്ച് എനിക്കൊന്ന് കല്ലും മണ്ണൊക്കെ വീണ് നിറഞ്ഞു കിടക്കുവാണ് ഈ കുഴി. ഇപ്പം ഈ കുഴി അങ്ങ് നിറഞ്ഞു, കുറേ കൂടെ കുഴി ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ എപ്പോഴും ഇതിൽ വെള്ളം കാണും. അപ്പോൾ നമ്മൾ ഈ പാറപ്പുറത്ത് വരുന്ന സമയത്ത് ഈ വെള്ളത്തിലൊക്കെ കളിക്കാറുണ്ടായിരുന്നു. മുമ്പ് ഇവിടെ ഒരു പറങ്കാവ് ഉണ്ടായിരുന്നു. ആ പറങ്കാവ് ഈ പാറയുടെ പുറത്തായിട്ടാണ് ഇങ്ങനെ ചാഞ്ഞ് കിടന്നത്. അപ്പോൾ നമ്മൾ പിള്ളേരെല്ലാവരും കൂടെ കൊച്ചിയിൽ വന്നിട്ട് ഈ പറങ്കാവിൽ കയറിയിരുന്ന് കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പറങ്ങിൻ്റെ പറിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ഇതെൻ്റെ വല്യമ്മയുടെ പെരേടാണത്. അപ്പോൾ വല്യമ്മയുടെ കൂടെയൊക്കെ വരാറുണ്ടായിരുന്നു നമ്മൾ. ഇപ്പോൾ കല്യാണം കഴിച്ച് പോയതിന് ശേഷമാണ് ഇങ്ങോട്ടൊന്നും വരാറേ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഇവിടെയൊക്കെ മുമ്പ് റബ്ബറായിരുന്നു. ഇപ്പോൾ റബ്ബറൊക്കെ മുറിച്ചിട്ട് ഇവിടെ തെങ്ങിൻ തൈകളൊക്കെ നട്ടിരിക്കുകയാണ്.